ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ വയനാട് ബ്ലോഗിൻ്റെ സെക്കൻഡ് ഡേ ആയിട്ടുണ്ട്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ. പിന്നെ വാട്ടർമെലൺ ജ്യൂസ് ഉണ്ട്, പിന്നെ 2 സാമ്പാറുണ്ട്, കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, കടലക്കറി ഉണ്ട്, പിന്നെ ഓംപ്ലെറ്റ് ഉണ്ട്, വടയുണ്ട്, പിന്നെ ഇടിയപ്പം ഉണ്ട്, ദോശയുണ്ട്, ചമ്മന്തി ഉണ്ട്, ചട്നി ഉണ്ട്. ഇത് നമുക്ക് എന്താ പറയുക, ഫ്രീ ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ നല്ല ലേറ്റായി ഇരുന്നു, അതുകൊണ്ട് നമുക്ക് റൂമിൽ കൊണ്ടുവന്ന് തരിക ചെയ്തത്. സാധാരണ പോയിട്ടാണ് കഴിക്കേണ്ടത്, പക്ഷെ അവർക്ക് നമ്മൾ റൂമിൽ വന്ന് കൊണ്ടു തന്നു. നല്ല സർവീസായിരുന്നു അവരുടെ, എനിക്ക് നല്ല ഇഷ്ടമായി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങുമ്പം ഒരു മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ജ്യൂസ് കുടിക്കാനില്ല, ഇപ്പം ഭയങ്കര ചൂടല്ലേ ഇപ്പം. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പിൽ നിർത്തിയതായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ ഒരു 10 o'clock 10:30 ആകുമ്പോൾ കഴിച്ചിരുന്നു. ഇപ്പോൾ ഒരു മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വാട്ടർമെലൺ ജ്യൂസൊക്കെ കുടിച്ച് വീണ്ടും യാത്ര തിരിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു 1:30 ഒക്കെ ആയിട്ടുണ്ട്, ലഞ്ച് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ എവിടുന്നെങ്കിലും ലഞ്ച് വാങ്ങി പാഴ്സൽ വെക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്നലെ നൈറ്റ് കഴിച്ച അതേ ഹോട്ടലിൽ നിന്ന് തന്നെ നമ്മൾ വീണ്ടും ലഞ്ച് വാങ്ങി, ചട്ടിച്ചോറാന്ന് വാങ്ങിയത്. അപ്പോൾ ഒരു 2 o'clock ഒക്കെ ആയപ്പോൾ നല്ല വിശപ്പായി. അപ്പോൾ ഞാൻ കഴിച്ചു. പതിയെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഞാൻ ഫിഷ് ചട്ടിച്ചോറാന്ന് വാങ്ങിയത്. എല്ലാത്തരം ഫിഷും ഉണ്ടായിരുന്നു, അത്യാവശ്യം എല്ലാം ഉൾപ്പെടുന്നൊരു ഫിഷ് ഉണ്ടായിരുന്നു. ചെറിയ മീൻ, കൂന്തൽ, പിന്നെ ആഗോലീൻ്റെ തേങ്ങയരച്ച കറി, പിന്നെ ചെമ്മീൻ, മീൻ ചമ്മന്തി, മീൻ അച്ചാർ, പിന്നെ അയലൻ്റെ ചെറിയൊരു പീസും അതിൻ്റെ ഒരു ചാറും അങ്ങനെയായിരുന്നു. പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, പായസം, 2 ചട്ടിച്ചോറ വാങ്ങിയത്. അപ്പോൾ 2 പായസം 2 അച്ചാർ അങ്ങനെയായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ചിക്കു ഷേക്കും കൂടെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞു, ഒരു ചിക്കു ഷേക്കും കൂടെ കുടിച്ചു. അതിനുശേഷം നേരെ നമ്മൾ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോയി. സുഡിയോയിൽ പോകാൻ വിചാരിച്ചു. അവിടെ ആകുമ്പം അത്യാവശ്യം നമുക്ക് നല്ല റേറ്റിൽ, ചെറിയ റേറ്റിൽ കുറച്ച് നല്ല സാധനങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചു. നേരെ സുഡിയോയിലേക്ക് വിട്ടു. നല്ല ആളുണ്ടായിരുന്നു സുഡിയോയിൽ. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാവരും ഷോപ്പിങ്ങിനൊക്കെ ഇറങ്ങുന്ന ഒരു ഡേയും കൂടിയല്ലേ. സൺഡേ ആകുമ്പോൾ എല്ലാവർക്കും ലീവും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ അത്യാവശ്യം ആളുണ്ടായിരുന്നു. നമ്മളതിൻ്റെ ഉള്ളിലോട്ട് കയറി, വണ്ടി പാർക്ക് ചെയ്ത് ഉള്ളിലോട്ട് കയറി. എനിക്ക് അധികം ഫുള്ളായിട്ട് വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, ചോറ് കിട്ടിയില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് ഇല്ലാണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഗൈസ്, അല്ലേ? എനിക്കങ്ങനെയാണ്. ഞാൻ ഭയങ്കര ലിപ്സ്റ്റിക് ലവറാണ്. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഞാൻ പർച്ചേസ് ചെയ്തു. പിന്നെ സ്പ്രേ കാര്യങ്ങൾ, പിന്നെ എല്ലാ മേക്കപ്പിൻ്റെ സാധനങ്ങളും, പിന്നെ നമുക്ക് വേണ്ട ഡ്രസ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. ബേബിക്കും കുറച്ച് അത്യാവശ്യം ഡെയിലി വെയർ ഒക്കെ നോക്കി പർച്ചേസ് ചെയ്തു. എനിക്കും കുറച്ച് പർച്ചേസ് ചെയ്തു, കുറച്ച് ഡ്രസ്സ് എടുത്തു, ഡെയിലി വെയർ. നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ അധികവും സുഡിയോ പോലത്തെ ഇവിടെ നിന്ന് തന്നെയൊക്കെയാണ് ടോപ്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറ്. നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെയുണ്ട്. ലേഡീസിന് വേണ്ട എല്ലാ സാധനങ്ങളും ജെൻസിന് മേലത്തെ ഫ്ലോറിലുണ്ട്, ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. ഇവിടെ ഇപ്പോൾ 299 ടോപ്പാണത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തിറങ്ങിയപ്പം ബേബിക്ക് ഭയങ്കര നിർബന്ധം ടെഡ്ഡി വേണമെന്ന്. അവൾക്ക് എവിടെ ടെഡ്ഡി ടോയ്സ് കണ്ടാലും അവൾക്കത് വേണം. എന്നിട്ട് കുറച്ച് സാറിലെ കുട്ടികൾ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവൾക്കൊരു റാബിറ്റിനെ വാങ്ങിക്കൊടുത്തു. എന്താ പറയുക, അവൾ വളരെ ഹാപ്പിയാണ്. അതിനെക്കൊണ്ട് കുറേ കളിച്ചു, അതിനോട് സംസാരിച്ചു, അതിനോട് വർത്തമാനം പറഞ്ഞു. പിന്നെ വീണ്ടും ദാഹിച്ചു. സ്റ്റുഡിയോയിലൊക്കെ കയറി കുറേ സമയം 1-2 മണിക്കൂർ അവിടെ പോയിരുന്നു. അപ്പം ഞാൻ വീണ്ടും ഒരു ജ്യൂസ് കൂടി കുടിച്ചു. വൈകുന്നേരം ആയിട്ടുണ്ട്, 4:30 ആയിട്ടുണ്ട്. ഞാനപ്പോൾ ഒരു കട്ട്ലറ്റും ഒരു സോസും കൂടെ വാങ്ങി. നല്ല ഫ്രഷ് ആയിട്ടുള്ള, എന്താ പറയുക, നമ്മൾ കയ്യിലിങ്ങനെ കടിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇതാവുന്നൊരു അങ്ങനത്തെ ഒരു പപ്സായിരുന്നു അത്. അതും വാങ്ങി ഞാനത് കഴിച്ചു. 4:30-5 മണി ആയിട്ടുണ്ട് ടൈം ഇപ്പോൾ. എന്നിട്ട് ഞാനത് ചായ കുടിച്ചു. ഇവർ ഹസ്ബൻഡും ഒന്നും ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, മോൾ ഉറക്കത്തിലായിരുന്നു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വിട്ടു. ഇപ്പോൾ റോഡിൻ്റെ അവസ്ഥ കാണുന്നില്ല, റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭയങ്കര കുലുക്കായിരുന്നു വണ്ടിയിൽ. അപ്പോൾ ബേബി ഉറങ്ങുന്നതുകൊണ്ട് തന്നെ അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കുറച്ച് 2-3 കിലോമീറ്ററോളം ഇങ്ങനെ തന്നെയായിരുന്നു ഉള്ളത്. പിന്നെ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ പണ്ട് നിറയെ ഉപ്പിലിട്ടത്, പിന്നെ കക്കിരി, അതുപോലത്തെ സാധനങ്ങളൊക്കെ ഇപ്പോൾ റോഡ് വീതി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ അവിടെയൊന്നും കച്ചവടം കാര്യങ്ങളൊന്നും ഇല്ല. ഇനി അവിടെ സൈഡില്ല, ഇപ്പം ഫുള്ള് റോഡായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇല്ല. മുന്നേ അവിടെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ നല്ല
ഒരു 5 മണി 5:30 ആയിട്ടുണ്ടെങ്കിലും ആ എന്താ പറയുക സൂര്യന് നല്ല ലൈറ്റായിരുന്നു, കണ്ണിലേക്ക് തന്നെ അടിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ബ്രൈറ്റ്നെസ് കുറക്കുമ്പോൾ സൂര്യേട്ടാന്ന് ചോദിക്കേണ്ട അവസ്ഥയായി പോയി. എന്നിട്ട് നമ്മളിങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് ഇവർ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ അവരൊരു നജാത്ത് കഫേ എന്ന് പറഞ്ഞിട്ട് ഒരു കഫേയിൽ നിർത്തി. അപ്പോൾ ഹസ്ബൻഡിന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ്. നമ്മൾ ഒരു നൂഡിൽസും 2 ചായയും പറഞ്ഞു, കാരണം ഞാൻ നേരത്തെ ചായ കുടിച്ചതുകൊണ്ട്. അപ്പോൾ ചായ വന്നു, ചായ നല്ല ചായയായിരുന്നു. നൂഡിൽസ് വന്നു, നൂഡിൽസും ഇഷ്ടപ്പെട്ടു. ഇതിലധികം വീഡിയോസൊന്നും ഇല്ല കേട്ടോ, കാരണം എന്താ പറയുക, ഞാൻ ഇന്ന് ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെ ഉള്ളൂ. കാരണം എൻ്റെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ, ഫുഡ് കഴിക്കുന്നതും അങ്ങനെയുള്ളത്. ഇവിടെ എന്തോ ഉത്സവമോ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു, അതാന്ന് തോന്നുന്നു, അമ്പലത്തിലെ ഉത്സവം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇവിടെ ചന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇറങ്ങാൻ പറ്റിയില്ല, കാരണം വണ്ടി വെക്കാനുള്ള സൗകര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിട്ടിയിലെത്തി. നമ്മൾ ഇരിട്ടിയിൽ നിന്ന് ഒരു റാറാവീസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടലുണ്ട് ഫാസ്റ്റ് ഫുഡിൻ്റെ, അവിടെ ബിരിയാണി വാങ്ങി. നമ്മൾ ഇവിടെ പാഴ്സലാണ് വാങ്ങിയത്. എന്നിട്ട് എവിടെയെങ്കിലും നിർത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇരിട്ടിയിലെത്തിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഒരു ഫുഡ് കഴിക്കേണ്ട ടൈമായിട്ട് 10-10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി സൈഡാക്കി. ഞാൻ ആ ബിരിയാണി പൊതി തുറന്ന് നോക്കി, അപ്പം തന്നെ നല്ല സ്മെല്ലായിരുന്നു. ഉള്ളത് പറയാമല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മൾ ഈ വെഡ്ഡിങ്ങിനൊക്കെ കഴിക്കൂലേ, അതുപോലെ തന്നെ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലും. വെഡ്ഡിങ് ബിരിയാണി, നമ്മളെ കല്യാണ വീട്ടിലെ ബിരിയാണികൾ ഉണ്ടാവില്ലേ, അതേ ഒരു ടേസ്റ്റ് എനിക്ക് നല്ല. ആ ടേസ്റ്റ് എനിക്ക് എന്താ പറയുക, ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ആ ടേസ്റ്റ് നാവൊന്നും പോയില്ല എന്നറിയില്ലേ, അതുപോലെ. അപ്പോൾ ബിരിയാണിയൊക്കെ നമ്മൾ കഴിച്ചു, വീണ്ടും നമ്മൾ വീട്ടിലേക്ക് വിട്ടു. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഫുഡ് കഴിക്കുന്ന വീഡിയോ മാത്രമായിരിക്കും കൂടുതലും ഉണ്ടാവുക. പിന്നെ വേറെ നമ്മൾ എവിടെയും പോയിട്ടൊന്നുമില്ല. ഞാൻ ഡേ 1 പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം വേറൊരു കാര്യത്തിന് പോയതായതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബായ്. എല്ലാവരും സബ്സ്ക്രൈബ്